It's me, Lia. ഇന്ന് ഞങ്ങൾ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ ബിരിയാണിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ പറയാം. ഇന്ന് നമ്മളിവിടെ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഒന്നുകിൽ കോല അല്ലെങ്കിൽ റോസിന്റെ ത്രിപുര റോസ് അങ്ങനെയൊക്കെ വെക്കാറ്. ഇന്നത്തെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇത് നിങ്ങൾ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇതാണ് ഈ പ്രൊഡക്റ്റ്. ഇതൊരു ബിരിയാണി കിറ്റാണ്. ഇതിപ്പം ഷോപ്പുകളിലൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. കാരണം ഇത് നമ്മളെ കേരളത്തിലുടനീളമുള്ള ഫൈസൽ എന്ന പേരുള്ള കുറേ ആൾക്കാരുടെ ഒരു സംഘടന ഉണ്ട്. അവരുടെ സംഘടന അവര് ഇറക്കിയൊരു എന്താണ് ഫൈക്കോ രാസ. ഇതിന്റെ അരിയൊക്കെ അവരുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ്. അപ്പം നമ്മളെ ഇവിടെ അത്തോളിയിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫൈസൽക്കാണ് നമുക്കിത് കൊണ്ടു തന്നത്. പിന്നെ അതുപോലെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫൈസൽ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അസോസിയേഷനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ സ്ക്രീനിൻ്റെ താഴത്ത് ഞാൻ ഫൈസൽക്കാരൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈസൽക്കാരനെ വിളിക്കുക. നിങ്ങൾക്ക് ഫൈസൽമാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഫൈസൽ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫൈസൽ അസോസിയേഷനിൽ മെമ്പർ ആവാം. അത് പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഈ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗങ്ങളൊക്കെ ബാധിച്ച ഫൈസൽമാർക്കൊക്കെ അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന നല്ലൊരു കൂട്ടായ്മയാണ്. കേരളത്തിലുടനീളമുണ്ട് ഫൈസൽ കൂട്ടായ്മ. അപ്പോൾ ഇനി ആരെങ്കിലും എന്താ പറയുക അതിൽ ഫൈസൽമാർക്ക് അവരായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അവരുടെ നമ്പർ ഇതാ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിക്കുക, വാട്സപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇനി നമുക്ക് ഈ അരിൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതിൽ നോക്കാം. ഈ കിറ്റിൽ RKGൻ്റെ ഒരു ഇതുണ്ട്. RKG ഒരു പാക്കറ്റ്. പിന്നെ ഇത് എന്താണ് സ്പൈസസ് ആണ്. ഇത് അവരുടെ തന്നെ ഒരു ബിരിയാണി മസാലയാണ്. അവർ തന്നെ ഇതിന്റെ കൂടെ അവരുടെ തന്നെ ഒരു പൊടിച്ചുണ്ടാക്കുന്ന നല്ല ഒരു പൊടിയാണിത്. പിന്നെന്താണ് പിന്നെ ഓയിലുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി എങ്ങനെയാണെന്നാണ് പിന്നെ അറിയാത്തവർക്ക് ആണെങ്കിൽ ഇത് നോക്കിയിട്ട് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അരി ചിലപ്പോൾ നിങ്ങൾക്ക് ഷോപ്പുകളിൽ ഒന്നും അവൈലബിൾ അല്ല. ഇത് ഇവരെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണെന്നാണ് ഫൈസൽക്കാർ എന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ ഫിഷിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ചിക്കനും ബീഫൊക്കെ ഒഴിവാക്കി ഇന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ അരി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഷോപ്പുകളിൽ പോയിട്ടല്ല നമ്മൾ വാങ്ങിച്ചത്. നമുക്ക് ഈ ഫൈസൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ അയൽവാസി ഫൈസൽക്കാണ് നമുക്കിത് കൊണ്ടു തന്നത് അത്തോടിയുള്ള. അപ്പോൾ ഇപ്പോൾ എല്ലാ ഫൈസൽമാരെ കൈമെന്നാണ് ഇത്. അവർ മുഖാന്തരമാണ് ഇതിപ്പോൾ കിട്ടുന്നത്. അവർ വീടുകളിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കുറേ കാലക്രമേണ ഇതിനി ഷോപ്പുകളിലൊക്കെ എത്തും. അപ്പം ഒന്നുകൂടി പറയാണ്, നിങ്ങൾ ഫൈസൽമാരുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടാം. അവരുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ നല്ലൊരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന നല്ലൊരു സംഘടനയാണ്. പിന്നെ വേറെന്താ, പിന്നെ ഈ ബിരിയാണി പൊടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹോം മെയ്ഡ് ആണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് അത്രയ്ക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ബിരിയാണി പൊടിയുടെ അതേ സ്മെല്ല് തന്നെയാണ്. നല്ല ഒരു ഇതാണ്. നമുക്ക് ആ സ്മെല്ല് ഇതായി അറിയും. പിന്നെന്താ പറയാനെന്ന് വെച്ചാൽ ഇതിലുള്ളത് ഇത്ര ഇൻഗ്രീഡിയൻ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയ കാര്യങ്ങൾ 2 RKGന്റെ ഉണ്ട്. പിന്നെ ഓയില് അതെല്ലാം ഉണ്ട്. അപ്പൊ ഇതെന്നെ ഉള്ളൂ ഇതിൽ പറഞ്ഞ്. അപ്പൊ നമുക്ക് ഈ ഒരു കിറ്റിൽ വെച്ച സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഇനി ഇത് നമുക്ക് ഇവർ തന്ന ഈ സാധനങ്ങൾ വെച്ചിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നേരെ സമയം കളയാണ്ട് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ. സൂപ്പർ മാർക്കറ്റുകളിലോ കടകളിലോ ഇനി ഫൈക്കോസ് രസ എന്ന ബിരിയാണി കിറ്റ് കണ്ടാൽ വാങ്ങാൻ മടിക്കരുത്. അതിനു പിന്നിൽ ഒരു മനുഷ്യത്വത്തിന്റെ കഥയുണ്ട്. കിറ്റിലൂടെ ലഭിക്കുന്ന ലാഭം ഒരുപറ്റം അശരണർക്ക് കൂടി താങ്ങാവും. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഫൈസൽ നാമധാരികളുടെ കൂട്ടായ്മയിൽ പിറവിയെടുത്തതാണ് ബിരിയാണി കിറ്റ്.
കോവിഡ് കാലത്ത് തങ്ങളുടെ സഹപ്രവർത്തകർക്ക് താങ്ങാവുന്നതിനാണ് ഫൈക്കോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ച് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. രസകരമായ ബിരിയാണി തയ്യാറാക്കുന്നതിനുള്ള അരി, മസാലക്കൂട്ട്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലം, കറുവപ്പട്ട തുടങ്ങിയവയെല്ലാം കിറ്റിലുണ്ട്. പ്രത്യേകം തയ്യാർ ചെയ്ത മസാലക്കൂട്ടും പ്രത്യേക ബിരിയാണി അരിയുമാണ് കിറ്റിന്റെ പ്രത്യേകത. ഫൈസൽമാരിലൂടെ മാത്രമാണ് കിറ്റ് ഉപഭോക്താക്കളിലേക്ക് നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. ഫുഡ് കഴിച്ചു നോക്ക്. നല്ല രസമുണ്ട് ബിരിയാണിയും. ആ ഒരു എന്താ പറയാ, ആ ചോറ് വിട്ടുവിട്ടിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല എണ്ണയിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ ആ ഒരു മസാലൻ്റെതാണെങ്കിലും നല്ല രസമുണ്ട്. ആ പൊടിയും ആ ഒരു എന്താ പറയാ, നല്ലൊരു മസാലന്റെ പൊടി നല്ല രസമുണ്ട്. അല്ലും ഇഷ്ടമായോ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫൈക്കോസ് രസാന്ന് പറഞ്ഞ ഈ ഒരു കിറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പിന്നെ ഇത് ഓരോ കടകളിൽ നിന്ന് വാങ്ങാനൊന്നും കിട്ടൂല. അപ്പൊ ഇതൊരു ഫൈസൽ എന്ന് പറഞ്ഞ ഓരോ കൂട്ടായ്മയാണ്, കുറെ എല്ലാ ഫൈസലുകളും ഉള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവിടുന്ന് തന്നെ അത് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിന് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഫൈസൽമാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കയ്യിൽ നിന്ന് കിറ്റ് കിട്ടും. പിന്നെന്താ, പിന്നെ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു കിറ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും
എന്താ പറയാ, stay tuned to our channel. Then bye. ശരീരം തളർന്ന യുവാവിന് സെമി ഓട്ടോമാറ്റിക് വീൽചെയർ സമ്മാനമായി നൽകി ഫൈസൽസ് കൂട്ടായ്മ. പാണ്ടിക്കാട് ഒലിപ്പുഴ തൊടുകുഴിക്കുന്നുമൽ ഫൈസലിനാണ് ഫൈസൽ കൂട്ടായ്മ സ്നേഹസമ്മാനം നൽകിയത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരത്തിൽ നിന്ന് വീണ് ശരീരം തളർന്നുപോയ ഫൈസൽ തൊടുകുഴിക്കുന്നുമലിന് ഫൈസൽസ് കൂട്ടായ്മയുടെ വക സെമി ഓട്ടോമാറ്റിക് വീൽചെയർ സമ്മാനിച്ചു. സൌഹൃദം, സഹകരണം, സമർപ്പണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ 2 വർഷമായി സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 3500ഓളം അംഗങ്ങളാണ് കൂട്ടായ്മയിൽ ഉള്ളത്.